Hey fam, Kerala's got more A plus students than coconuts. But the moment you ask what's an atom, boom, brain.exe has stopped working. നിങ്ങൾക്ക് 98 മാർക്സ് ഓരോ സയൻസ് സബ്ജക്റ്റിലും കിട്ടിയിട്ടുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ബയോളജിയിലും നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് യു ആർ സ്റ്റിൽ ബിലീവിങ് heaven and hell. What the heck? We are raising a generation that know Newton's third law, but still they are believe in karma, that is physics. കേരളത്തിന് 90% പാസ് റേറ്റ്സ് ആണ് പ്ലസ് ടുയിലും SLCയിലും. അതുപോലെ തന്നെ സയൻസിൽ ഡിഗ്രി ഹോൾഡേഴ്സ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ്. ബട്ട് ആസ്ക് എ ടോപ്പർ വാട്ട്സ് an atom? Blank. Ask how does gravity work or what's energy? Still blank. What's happening? Our education is about memorizing, not understanding. നമ്മൾ സയൻസിനെ ടീച്ച് ചെയ്യുന്നത് ഹോളി വേഴ്സസിനെ പോലെയാണ്. ജസ്റ്റ് റിപ്പീറ്റ്, ഡോണ്ട് ക്വസ്റ്റ്യൻ. ആൻഡ് ഗസ് വാട്ട്, ഈവൻ ഡിഗ്രി ഹോൾഡേഴ്സോ ടീച്ചേഴ്സ് പോലും മിറാക്കിൾസിലും ആസ്ട്രോളജിയിലും അതുപോലെ തന്നെ കാസ്റ്റ് പോയിട്ടിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബിക്കോസ് ഫ്രം സ്കൂൾ ടു ഹോം we replace the universal laws of science with religions, fictions and superstitious concepts. It's not just academic, it's social, cultural and very very dangerous. Actually ഈ ഫിനോമിന കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഗ്ലോബലി ഈ ട്രെൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സയൻസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമാണ് ഈ ട്രെൻഡ് കാണാതിരിക്കുന്നതുള്ളൂ. Okay, let's do a quick challenge. You brag about A plus in science, right? Okay, now no ChatGPT, no Google, no textbook, just you. Tell me what's an atom. നിങ്ങൾ അതിനെപ്പറ്റി മെമ്മറൈസ് ചെയ്തിട്ടുള്ള ബോറിംഗ് ലൈൻസ് അല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ ഓൺ വേർഡ്സിലുള്ള അതിൻ്റെ ഡെഫിനിഷനാണ്. നോട്ട് ഡെഫിനിഷൻ, എന്താണത് റിയലി എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. വിത്തൗട്ട് കോപ്പി പേസ്റ്റ് യൂണിവേഴ്സിലെ ടൈനിയസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാട്ട്സ് ദ പോയിന്റ് ഓഫ് A പ്ലസ് യു ഗോട്ട്? സയൻസ് isn't about marks, it's about understandings. So can you do it? നിങ്ങൾക്കറിയൂ, ഇൻ യൂറോപ്പ് ടീച്ചേഴ്സ് ഡോണ്ട് ജസ്റ്റ് സേ സയൻസ് ഈസ് ട്രൂ, ദേ പ്രൂവ് ഇറ്റ്. ദേ ഡ്രോപ്പ് ഒബ്ജെക്ട്സ്, ബെൻഡ് ലൈറ്റ്, സ്പ്ലിറ്റ് ആറ്റംസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് റൂം. നോ ജസ്റ്റ് തിയറി ഡംസ് ബട്ട് റിയൽ പ്രൂവ്. സ്റ്റുഡൻസിന് സയൻസിൻ്റെ ഫാക്റ്റിനോട് ട്രസ്റ്റ് വരണമെങ്കിൽ, റിലീജിയസ് ഫിക്ഷനിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണമെങ്കിൽ നമ്മളത് ലൈവായി പ്രൂവ് ചെയ്ത് കൊടുക്കണം. സോ ഹിയർ ഈസ് ദ എവിഡൻസ്, ദാറ്റ്സ് ഹൗ യു മേക്ക് സ്റ്റുഡൻസ് ട്രസ്റ്റ് ഇൻ സയൻസ്, നോട്ട് ഫെയറി ടെയിൽസ്. സോ ഐ ക്യാൻ ഗിവ് യു എൻ എക്സാമ്പിൾ ഫോർ ദിസ്, ദാറ്റ് ഈസ് ഗ്രാവിറ്റി ഡ്രോപ്പ് ടെസ്റ്റ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വാട്ട് ടു ഡു? ഒരു ഹെവി ബോളും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ബോളും സെയിം ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ്? ദേ ഹിറ്റ് ദ ഗ്രൗണ്ട് ടുഗദർ. ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റി ആക്സലറേറ്റ്സ് എവരിതിങ് ഈക്വലി. ഗ്രാവിറ്റി എല്ലാ വെയിറ്റുള്ള പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ എല്ലാ വെയിറ്റുള്ള മെറ്റീരിയൽസിനെയും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റി ഡസൻ കെയർ ഇഫ് യു ആർ ലൈറ്റ് ഓർ ഹെവി. ഇതുപോലെ നമുക്ക് സയൻസിലെ എല്ലാ തിയറീസും എല്ലാ ലോസും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ലൈവ്ലി കാണിച്ചു കൊടുക്കുന്നതിലായിരിക്കണം ടീച്ചേഴ്സിൻ്റെ മിടുക്ക്. സോ വി ക്യാൻ ഡയറക്ട്ലി പ്രൂവ് ദീസ് scientific facts in front of all the students of the class, so they can easily understand what happened in science or what can do science and how can science work in our daily life. So നമുക്ക് ചില കാര്യങ്ങൾ ഡീബങ്ക് ചെയ്യാം. നമുക്ക് റിയൽ സയൻസിനെ പറ്റി സംസാരിക്കാം. റോ ആയിട്ടുള്ള നോ ഫിൽറ്റേർഡ് ആയിട്ടുള്ള റിയൽ സയൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്ക് ഫിസിക്സിൻ്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ ബയോളജിയുടെ ഒക്കെ യൂണിവേഴ്സൽ ലോസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ തിയറീസിനെ പറ്റിയിട്ടും അത് എങ്ങനെയാണ് സൂപ്പർസ്റ്റിഷനെയും അതുപോലെ തന്നെ റിലീജിയസ് ഫിക്ഷനെയും ഡിസ്ക്രിമിനേഷനെയും ഡിബങ്ക് ചെയ്യുന്നതെന്നും നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Primarily, I want to talk the universal laws of physics. In universal laws of physics, I want to introduce the first law of
thermodynamics called laws of conservation of energy. Law of conservation of energy എന്ന് പറഞ്ഞാൽ energy can neither be created nor be destroyed, only transformed. അതായത് എനർജിയെ നിർമ്മിക്കാനോ അതുപോലെ തന്നെ നശിപ്പിക്കാനോ പറ്റില്ല. ഇവിടെ ഡീബങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ് ക്രിയേഷൻ മിത്തിനെയാണ്. സോ ഇവിടെ ഡീബങ്ക് ചെയ്യുന്നത് ക്രിയേഷൻ മിത്സ് ആണ്. അതായത് റിലീജിയൻസിൽ പറയുന്നത് പോലെ ഗോഡ് ക്രിയേറ്റ്സ് എനർജി ഓർ മാറ്റർ എന്ന് പറയുന്നതിന് ഇവിടെ വാലിഡ് അല്ല. കാരണം എനർജിയെയും അതുപോലെ തന്നെ മാറ്ററിനെയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് പോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആറ്റവും ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് എനർജിയെയോ മാറ്ററിനെയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ അവർ യൂണിവേഴ്സ് ദാറ്റ് ഈസ് ട്രാൻസ്ഫോമിങ്. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സോ എനർജിയെയോ മാറ്ററിനെയോ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും പറ്റില്ല. ഇത് കൗണ്ടർ ടു ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ബിലീവാണോ, അതായത് നമ്മുടെ യൂണിവേഴ്സ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ വേണം എന്ന് വിചാരിക്കുന്നത്, ആ ബിലീഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ലോ വരും. ഇത് സിംപിളി പ്രൂവ് ചെയ്യാനുള്ളൂ. സോ നമ്മുടെ യൂണിവേഴ്സ് റൺ ചെയ്യുന്നത് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു മിറാക്കിളും ഇതിന് ആവശ്യമില്ല. ഞാൻ പറയാൻ പോകുന്ന ഫിസിക്സിലെ അടുത്ത ലോയാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഓർ കാഷ്വാലിറ്റി. സോ ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ എവരി എഫക്റ്റ് ഹാസ് എ നാച്ചുറൽ കോസ്. അതായത് യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോസ് ഉണ്ടാവും എന്നാണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്നത്. മിറാക്കിൾസിനെ അതേപോലെ തന്നെ ഡിവൈൻ പണിഷ്മെൻറ്റ്സിനെയും അതുപോലെ തന്നെ ബ്ലെസ്സിങ്സിനെയും അതുപോലെ തന്നെ കർമ്മേനൊക്കെ ഡീബങ്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ യൂണിവേഴ്സിൽ എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിലും അതിന് ഒരു നാച്ചുറലായിട്ട് കോസ് ഉണ്ടാവുമെന്നാണ് ഈ ലോ പറഞ്ഞു വയ്ക്കുന്നത്. അതുമാത്രമല്ല ഇത് ചില കാര്യങ്ങളും കൗണ്ടർ ടു ചെയ്യുന്നുണ്ട്. അതായത് ഗോഡ്സ് അതുപോലെ തന്നെ സ്പിരിറ്റ്സ് ഇങ്ങനെയായിട്ടുള്ള എക്സ്റ്റേണൽ ശക്തികളൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ ഇത് ഡീബങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ട്രൂത്ത്സ് എന്താണെന്ന് വെച്ചാൽ ദി ഇവൻറ്റ്സ് ആർ ദ റിസൾട്ട് ഓഫ് ദ ഫിസിക്കൽ ഇൻട്രാക്ഷൻസ്, നോട്ട് കോസ്മിക് ജഡ്ജ്മെൻറ്റ്. ദ നെക്സ്റ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഐഡിയോളജിക്ക് മുകളിലാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ലോയാണിത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇനേഷ്യയാണ്. ലോ ഓഫ് ഇനേഷ്യയിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് അത് മോഷനിലോ അതുപോലെ തന്നെ റെസ്റ്റിലോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതെന്നാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇനേഷ്യ പറയുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ സിംപ്ലി പറയുന്നത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസിൻ്റെയും ആക്സലറേഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ആക്സലറേഷൻ എന്നും നമുക്ക് പറയാം. അതായത് മാസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ആക്സലറേഷൻ കൂടുമ്പോഴും ഫോഴ്സ് കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യൂട്ടൺസ് തേർഡ് ലോ ഇസ് വെരി ഫേമസ്. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്നാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ പറഞ്ഞു വയ്ക്കുന്നത്. 3 ലോസും യൂണിവേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളാണ്. കാരണം യൂണിവേഴ്സിലെ എല്ലാ മോഷൻസും ഈ ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക. ഇതിന് ഓപ്പോസിറ്റായി ഒരു മോഷനും യൂണിവേഴ്സിൽ നടക്കില്ല. ഈ ലോസൊക്കെ നമ്മുടെ സൂപ്പർസ്റ്റീഷ്യസ് തിങ്സിനെ സിംപിളി വാനിഷ് ചെയ്യും. സോ ഇത് പൊസഷൻസിനെ അതുപോലെ തന്നെ മിറാക്കിൾസിനൊക്കെ ഡീബങ്ക് ചെയ്യും. അത് മാത്രമല്ല ഫ്ലോട്ടിംഗ് സെയിൻസ് അതുപോലെ തന്നെ വാക്കിംഗ് ഓൺ വാട്ടർ ഇങ്ങനെയുള്ള മിത്സൊക്കെ ഇതോടുകൂടി ഇല്ലാതാവാനും പറ്റും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. ന്യൂട്ടൺസ് ഓഫ് മോഷൻ വർക്ക് ചെയ്യുന്ന പോലെ മാത്രമാണ് യൂണിവേഴ്സിലെ എല്ലാ മോഷൻസും വർക്ക് ചെയ്യാമെന്ന് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ മാത്രമല്ല, ഇതിന് വിപരീതമായിട്ട് ഓപ്പോസിറ്റായിട്ട് ഒന്നും നടക്കുന്നുമില്ല യൂണിവേഴ്സിൽ. ഇത് ഫിസിക്കൽ മോഷൻ്റെയും അതുപോലെ തന്നെ ഡിവൈൻ എനർജീൻ്റെ ഒക്കെ സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷനെ കൗണ്ടർ ടു ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. യൂണിവേഴ്സിലെ എല്ലാ മോഷൻസും മെഷറബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലോസ് ഒബേ ചെയ്തിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അതിനെ ഒരു ഗോഡിനോ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിനോ ഓവർറൈഡ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് ലോ ഓഫ് ഗ്രാവിറ്റി ഓർ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. ഇത് ന്യൂട്ടനും ഐൻസ്റ്റീനും പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. സോ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ മാസ് അട്രാക്ട്സ് മാസ് വിത്ത് എ പ്രെഡിക്റ്റബിൾ ഫോഴ്സ്. ഒരു പ്രെഡിക്റ്റബിൾ ആയ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാസും
മറ്റൊരു മാസിനെ അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് യൂണിവേഴ്സൽ ലോ ആണ്. യൂണിവേഴ്സിലെ എല്ലാ മാസിനും ഇത് റെലവൻ്റ് ആണ്. ഡീബങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെവനിലേക്ക് ഡിവൈൻ ബീയിങ്സ് ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്ത് പോവുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ഡീബങ്ക് ചെയ്യുന്നത്. സോ അത് മാത്രമല്ല, ഹെവൻ മുകളിലുണ്ട് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹെല്ല് താഴെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ബിലീഫ്സിനെ ഇത് കൗണ്ടർ ടു ചെയ്യുന്നുണ്ട്. തരുന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഈസ് എ നാച്ചുറൽ തിങ്. നമ്മൾ വീഴുന്നതോ അല്ലെങ്കിൽ നമുക്ക് വല്ല അപകടം പറ്റുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് സിന്നിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. അത് നാച്ചുറലായി നടക്കുന്ന ഒരു ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇത് ലോ ഓഫ് എൻട്രോപ്പി എന്നും പറയും. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം മൂവ് ഫ്രം ഓർഡർ ടു ഡിസോർഡർ അൺലെസ് ദർ ഈസ് എ എനർജി അപ്ലൈഡ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിലെ ഏത് സിസ്റ്റം ആണെങ്കിലും ഓർഡേർഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഡിസോർഡേർഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്, അൺലെസ് ഒരു എനർജി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. ഡീബങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള ഗോഡ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിനാണ് ഇത് ഡീബങ്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് തരുന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചേഞ്ച്, അതുപോലെ തന്നെ ഡീകേ, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഒരു സിന്നിൻ്റെയോ ഒരു അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ളൊരു പണിഷ്മെൻറ്റിൻ്റെയോ ബന്ധപ്പെട്ട കാര്യമല്ല. ഫിസിക്സിൻ്റെ കണ്ണിൽ നാച്ചുറൽ എന്നോ അൺനാച്ചുറൽ എന്നോ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല. ജസ്റ്റ് എനർജി, മോഷൻ ആൻഡ് മാറ്റർ ഇൻവോൾവിങ് ദ ഫിസിക്സ്. യൂണിവേഴ്സ് ജസ്റ്റ് വർക്കിംഗ് വിത്ത് ദീസ് പ്രിൻസിപ്പിൾസ്. കെമിസ്ട്രിയിലത്തെ ലോസും അതുപോലെ തന്നെ തിയറീസും ഒക്കെ എങ്ങനെയാണ് റിലീജിയസ് ഫിക്ഷൻസിനെയും അതുപോലെ തന്നെ പാട്രിയാർക്കിയെയും സൂപ്പർസ്റ്റീഷ്യസിനെയും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനൊക്കെ ഡീബങ്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിങ്ക് ദാറ്റ് കെമിസ്ട്രി സെഡ് we are all made up of same stuff. The first law is law of conservation of mass. Matter can neither be created nor be destroyed. മാറ്ററിനെ നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതിൽ വാനിഷ് ചെയ്ത് പോവില്ല, അത് പെട്ടെന്ന് ഡിസപ്പിയർ ആവില്ല, അതുപോലെ തന്നെ അത് പ്രത്യക്ഷപ്പെടില്ല. അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ബട്ട് അത് ട്രാൻസ്ഫോം ചെയ്യും. പക്ഷേ ഹോളി വാട്ടർ ബ്ലഡായി മാറുക അല്ലെങ്കിൽ വാട്ടർ വൈനായി മാറുക, ഇങ്ങനെയുള്ള പ്രോസസ്സൊന്നും എവിടെ നടക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് അത് വാനിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസപ്പിയർ ആവുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കാനോ പറ്റുന്ന ഒരു കാര്യമില്ല. ദ നെക്സ്റ്റ് ലോ ഈസ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ എല്ലാ മാറ്ററിനും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ എടുത്താൽ വാട്ടർ മോളിക്യൂൾസിൽ 2 ഹൈഡ്രജൻ ആറ്റവും അതുപോലെ തന്നെ ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഇതേപോലെ എല്ലാത്തിനും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത് ഡീബങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഈസ് H2O. അത് ടെമ്പിളിലായാലും മോസ്കിലായാലും ചർച്ചിലായാലും ഏതിൻ്റെ ആയാലും വാട്ടർ ഈസ് വാട്ടർ. അതുപോലെ തന്നെ ടോയ്ലറ്റിലായാലും ഈ സെയിം വാട്ടർ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. നോ ഹോളി വേർഷൻ ഓഫ് വാട്ട്, ജസ്റ്റ് കെമിസ്ട്രി. അതായത് ഹോളി വേർഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഈ വേൾഡിലില്ല. എല്ലാതും അതിൻ്റെ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ലോ ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആറ്റംസ് കമ്പൈൻസ് ഇൻ ഫിക്സഡ് റേഷ്യോസ്, നോട്ട് മാജിക്കൽ വൺസ്. റോക്സ് ക്യാൻ ടേൺ ഇൻ ടു ഫുഡ് ബൈ പ്രയർ. അടുത്ത കെമിസ്ട്രിയിലത്തെ ലോ ആണ് അവഗാഡ്രോസ് ലോ. എവരി ബ്രീത്ത് യു ടേക്ക്, ദാറ്റ് ഈസ് സെയിം മോളിക്യൂൾ. നെക്സ്റ്റ് വി വാണ്ട് ടു ടെൽ അബൌട്ട് ദ pH സ്കെയിൽ. എല്ലാ ടെമ്പിളിലെയും മെറ്റല് റെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഹോളി വാട്ടറും ബാഡാവും. അതായത് കെമിസ്ട്രി ഡസൻ കെയർ അബൌട്ട് ദ പ്യൂരിറ്റി മിക്സ്. സോ വി വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ പീരിയോഡിക് ടേബിൾ ഇൻ കെമിസ്ട്രി നൗ. അതായത് എവരി വൺ, ബ്രാഹ്മൺ, ദളിത്, മുസ്ലിം, ക്രിസ്ത്യൻസ്, ക്യൂർ, സ്ട്രേറ്റ് എല്ലാവരും മേഡപ്പ് ചെയ്തിരിക്കുന്നത് സെയിം ആയിട്ടുള്ള ആറ്റം കൊണ്ടാണ്. ഓക്സിജൻ, carbon, nitrogen, etc. etc. So we are all made up of same atom. No one is superior. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി കാസ്റ്റിസം, കളറിസം, ജെൻഡർ റോൾസ്, അതുപോലെ തന്നെ ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. In biology, the first theory is the theory of evolution by Darwin.
തിയറി ഓഫ് എവല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ വി ഇവോൾവ് ബൈ അഡാപ്റ്റിംഗ്, നോട്ട് ബൈ കാസ്റ്റ് ഓർ റേസ്, ആൻഡ് ഡൈവേഴ്സിറ്റി ഈക്വൽ ടു സർവൈവൽ. സോ നെക്സ്റ്റ് വൺ ഈസ് മെൻഡേലിയൻ ജെനറ്റിക്സ്. നോ ജീൻ ഫോർ ഹൈ കാസ്റ്റ് ഓർ ലോ കാസ്റ്റ്, സ്കിൻ കളർ നോട്ട് ഈക്വൽ ടു വാല്യൂ. ഇനി അടുത്ത് നമുക്ക് ബയോളജിയിലെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാം. 99.9% ഓഫ് ദ DNA ഓഫ് എവറി ഹ്യൂമൻ ഈസ് സെയിം. വി ആർ ഓൾ സിബ്ലിങ്സ്. നെക്സ്റ്റ് ഈസ് കിൻ സെലക്ഷൻ തിയറി. കെയറിംഗ്, എംപത്തി, കോപ്പറേഷൻ നോട്ട് ലിമിറ്റഡ് ബൈ ജെൻഡർ. The next, neuroplasticity. The brain aren't gendered. Girls can code, boys can cry, everyone can lead. അടുത്തത് ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈനോളജി ആണ്. ഇത് സ്റ്റേറ്റ് എന്തെന്ന് വെച്ചാൽ എവരി വൺ ഹാസ് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ ഹോർമോൺസ്. ജെൻഡർ റോൾസ് ജസ്റ്റ് ഔട്ട്ഡേറ്റഡ് ലേസ്. ബ്രാഞ്ച് ഈസ് സോഷ്യോ ബയോളജി. കിങ്ഡം. ഇൻ ദ അനിമൽ കിങ്ഡം വുമൺ ലീഡ്സ്, മാൻ നർച്ചർ, റോൾ ഷിഫ്റ്റ്. Patriarchy, not biologically, just cultural control. സയൻസ് ഈ കാര്യങ്ങളൊക്കെ ഡീബങ്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർസ്റ്റിഷ്യസിനെയും അതേപോലെ റിലീജിയസ് ഫിക്ഷൻസിനെയും ഡിസ്ക്രിമിനേഷനെയും എല്ലാം ഡീബങ്ക് ചെയ്യുന്നുണ്ട്. കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ A+ സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് സയൻസിനെ പറ്റി റിയലി അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ല എന്നതാണ്. അവർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കും, പക്ഷെ അവരുടെ ഫാമിലി പ്രീസ്റ്റോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് അങ്കിളോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഒരു റിലീജിയസ് ഫിക്ചേഴ്സായ കാര്യം പറഞ്ഞാൽ അത് അവർ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഇഗ്നോറൻസ്, ഇറ്റ്സ് എ വയലൻസ്. ബിക്കോസ് വി ഡോണ്ട് ടീച്ച് റിയൽ സയൻസ്, വി റേസ് എ സൊസൈറ്റി ദാറ്റ് ഫോളോസ് സൂപ്പർസ്റ്റിഷ്യൻസ്, പാട്രിയാർക്കി, ഹോമോഫോബിയ ആൻഡ് ടോക്സിക് ബിലീഫ്സ് ഇൻക്ലൂഡിങ് ദെയർ മൈൻഡ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, സയൻസ് സ്റ്റഡീസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സയൻസ് നോളജിൽ ഫെയിലിയർ ആണെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സയൻസ് പഠിച്ചിട്ട് കാസ്റ്റ്, റേസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ തെറ്റാണെന്ന് തോന്നിയില്ലെങ്കിൽ അപ്പോഴും നിങ്ങളുടെ സയൻസ് നോളേജ് വർത്തിയല്ലെന്നാണ് അർത്ഥം. I want to tell every students and every teachers of this society, ഒരിക്കലും സയൻസിനെ മെമ്മറൈസ് ചെയ്ത് പഠിക്കരുത്, അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഈ തിയറീസിൻ്റെയും ലോസിൻ്റെയും ഒക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കറക്റ്റ് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സയൻസ് ആണ് നമ്മുടെ വേൾഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ ലൈഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. സോ എവറിത്തിങ് ഹാസ് എ റീസൺ, സോ റെസ്പെക്ട് എവരി വൺ.